അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽസ് അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പരിപാടിയിലേക്ക് കടക്കുവാണ് കേട്ടല്ലോ. അതിൻ്റെ ആദ്യത്തെ ടൈപ്പ്, ഒന്നാമത്തെ ടൈപ്പാണ് ഡയറക്റ്റ് മെത്തേഡ്. ഇനി കുറച്ച് ടൈപ്പുകളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച കുറേ ഇക്വേഷൻസ് ഇല്ല, അതായത് കുറച്ച് ഇൻ്റഗ്രൽസ് കാണാതെ പഠിക്കാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അതൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ട്. അതായത് സൈൻ എക്സിൻ്റെത്, കോസ് എക്സിൻ്റെത്, ടാൻ എക്സിൻ്റെത്, എക്സ് റൈസ് ടു എന്നിൻ്റെത്, ഇ റൈസ് ടു എക്സിൻ്റെത്, ഇതൊക്കെ കാണാതെ പഠിക്കാൻ നമ്മൾ പറഞ്ഞതാണ്. അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് എളുപ്പമാവുള്ളൂ. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഇക്വേഷൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, വേറെ രീതിയിലൊന്നും ചോദിക്കില്ല. നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണോ അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. അതായത് സൈൻ എക്സ് എന്ന് തന്നെ ചോദിക്കും, ടാൻ എക്സ് എന്ന് തന്നെ ചോദിക്കും, അല്ലാതെ സൈൻ 3x ഒന്നും വരില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ആ ഇക്വേഷൻസ് തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഇതെന്ന് നോക്കിയേ, ഒന്നാമത്തെ ചോദ്യം ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു, ഇൻ്റഗ്രൽ 1dx എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റിന്റെ ഇൻ്റഗ്രൽ എടുത്താൽ അതിൻ്റെ കൂടെ എക്സ് ചേർത്ത് അങ്ങോട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ എന്താണ് 1dxന്റെ ആൻസർ എത്രയാണ്? എക്സ്. നമ്മൾ പറഞ്ഞു ഇൻ്റഗ്രേഷൻ എപ്പോൾ ചെയ്തു കഴിഞ്ഞാലും അതിന് ഏറ്റവും അവസാനം ഒരു പ്ലസ് സി, പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഇട്ട് വേണം അവസാനിപ്പിക്കാൻ, നിർബന്ധമാണ്. കോൺസ്റ്റന്റ് ഇട്ടില്ലെങ്കിൽ വേണമെങ്കിൽ മാർക്ക് കുറക്കാം കേട്ടല്ലോ. അപ്പോൾ നിർബന്ധമായിട്ടും പ്ലസ് സി ഇട്ടോളണം. ഇപ്പോൾ ഈ 1ന് പകരം രണ്ടാമത്തെ ഒരു ചോദ്യം നോക്കിയേ, ഇൻ്റഗ്രൽ 7dx, അതായത് 7നെ ഇൻ്റഗ്രൽ ചെയ്യുക എന്ന് ചോദിച്ചാൽ എന്താ ആൻസർ എടുക്കണം? കോൺസ്റ്റന്റ് അതുപോലെ തന്നെ വെച്ചു, ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കോൺസ്റ്റന്റിന്റെ ഇൻ്റഗ്രൽ എടുത്ത കാരണം അതിൻ്റെ കൂടെ എക്സ് ആഡ് ചെയ്തോളണം, 7x + c. അപ്പോൾ ശ്രദ്ധിച്ചേ, മൂന്നാമത്തെ ചോദ്യം ഇൻ്റഗ്രൽ -5dx, ഇതിൻ്റെ ആൻസർ എന്ത് വരും? -5 കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിന്റെ ഇൻ്റഗ്രൽ എടുത്താൽ അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? എക്സ് ആഡ് ചെയ്യണം +c. മനസ്സിലായോ? എളുപ്പമല്ലേടാ? ഭയങ്കര എളുപ്പമല്ലേ? അപ്പോൾ ഇതൊക്കെ ആണ് ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട കാര്യം ഇതാണ്. അടുത്തത് നാലാമത്തെ ചോദ്യം, ഇതൊന്ന് ശ്രദ്ധിച്ചോളണം. നോക്കിയേ, ഇങ്ങനെ വന്നാലോ, x⁻10dx. ഇത് നോക്കിയേ, ഇത് നമ്മൾ ഇക്വേഷനിൽ പഠിച്ച മെത്തേഡാണോ? അതാണ് ഇതിൻ്റെ അത് മാത്രമേ ഈ സെഷനിൽ ചോദിക്കുള്ളൂ. അതായത് നമ്മൾ ഇക്വേഷനിൽ പഠിച്ച സാധനങ്ങൾ, ഇത് നമ്മൾ ഇക്വേഷനിൽ പഠിച്ചിട്ടുള്ളത്. അത് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? x⁻n. ഇതിൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെയായിരുന്നു? x⁻, ഇതൊന്ന് കൂട്ടിയെടുക്കുക, n+1/n+1. അതായത് മേളിൽ വന്നിട്ടുള്ളത് എന്താണോ അതൊന്നു കൂട്ടി മേളിൽ എഴുതുക, അതൊന്നു കൂട്ടി താഴെ എഴുതുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ എഴുതാം പറ? x⁻10ന് നമുക്ക് എങ്ങനെ എഴുതാം? 10+1 എഴുതാം. താഴെ ഈ മേളിൽ എന്താണോ എഴുതിയത് അത് തന്നെ 10+1. അപ്പോൾ ആൻസർ എന്തോന്നു? x⁻10 ഒന്നും കൂടി കൂട്ടുമ്പോൾ എത്ര വന്നു? 11 ബൈ എത്ര വന്നു? 11. കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? ഒരു പ്ലസ് സി ഇട്ടേക്കുക, ഇത്രേ ഉള്ളൂ. പുറം കൂടി ചെയ്യണം. ഇതേ നോക്കി, അഞ്ചാമത്തെ ചോദ്യം ഇൻ്റഗ്രൽ x⁻7dx. ആൻസർ എങ്ങനെ വരും? പവർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂട്ടി മേളിൽ എഴുതുക, ഒന്നുകൂട്ടി താഴെ എഴുതുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ എഴുതാം? x⁻7+1/7+1 എഴുതാമല്ലോ. ഈക്വൽ ടു x⁻7+1 എത്രയാണ്? 8/8 + c. എളുപ്പമല്ലേടാ? അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, ചിലപ്പോൾ ക്വസ്റ്റിൻ്റെ അകത്ത് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് തരും. അതായത് രണ്ട് സാധനങ്ങൾ, രണ്ട് ഫംഗ്ഷനുകൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് തരും. അതെങ്ങനെ ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇനി പറയാൻ പോകുന്നത് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ചേർത്ത് വരും, അതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളൂ. എടാ നോക്കി, പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് വന്നാൽ അതാണ് ഈ മെത്തേഡിലെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു ക്വസ്റ്റ്യനിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് മാത്രമേ ഉള്ളെങ്കിൽ ഒന്നുമില്ല, അത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യുക. ഇനി സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നോക്കേണ്ടത് ഇതെല്ലാം നമ്മൾ പഠിച്ചതിൽ വന്നിട്ടുള്ളതാണോ നോക്കണം. പഠിച്ചതിൽ വന്നിട്ടുള്ളതാണ്. e⁻x ഒക്കെ നമ്മൾ അതുപോലെ തന്നെ പഠിച്ചതാണ്. 1/x നമ്മൾ അതുപോലെ തന്നെ പഠിച്ചതാണ്. x⁻7 നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഇങ്ങനെ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ട, നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ തന്നെയായിരിക്കും അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദേ ഇവിടെ നോക്കിയോ എങ്ങനെ വരും ആൻസർ. ഇത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യുക, അതായത് ഈ ഇൻ്റഗ്രൽ എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ ആദ്യം ഇൻ്റഗ്രൽ x⁻7 ചെയ്യണം dx. അത് കഴിഞ്ഞിട്ട് പ്ലസ് അല്ലേ ഇട്ടേക്കണം, പ്ലസ് ഇട്ട് നമ്മൾ. അത് കഴിഞ്ഞിട്ട് e⁻xന്റെ ഇൻ്റഗ്രൽ എടുക്കണം dx. പിന്നെ മൈനസ് അല്ലേ, മൈനസ് 1/xന്റെ ഇൻ്റഗ്രൽ എടുക്കണം dx. ഇത് ഓരോന്നും എടുത്താൽ മതി.
പറ. എക്സ് റൈസ് ടു 7 എങ്ങനെ എടുക്കുമെന്നാണ് പറഞ്ഞത്? എക്സ് റൈസ് ടു 7+1/7+1. എടാ എല്ലായിടത്തും സി കൊടുക്കണമെന്നില്ല, ഏറ്റവും അവസാനം ഒരു സി കൊടുത്താൽ മതി കേട്ടല്ലോ. അപ്പോൾ പ്ലസ് ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു? ഇ റൈസ് ടു എക്സ് തന്നെ. പ്ലസ് 1/xന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു? ലോഗ് എക്സ്. എല്ലാത്തിന്റെ ഇന്റഗ്രൽ എടുത്തു, അവസാനം ഒരു പ്ലസ് സി ഇട്ടുള്ളൂ. അപ്പോൾ ഇതിനെ ഒന്ന് നീറ്റായിട്ട് എങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു 8/8 പ്ലസ് ഇ റൈസ് ടു എക്സ് പ്ലസ് ലോഗ് എക്സ് പ്ലസ് സി. അപ്പോൾ പ്ലസ് അല്ലല്ലോ, ഇവിടെ ഒരിടത്ത് മൈനസ് ആയിരുന്നല്ലോ, ആദ്യം ഇവിടെ മൈനസ്. അപ്പോൾ ഈ മെത്തേഡ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് കണക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ഇന്റഗ്രൽ എടുക്കുക, അത്രേ ഉള്ളൂ. ദേ വേണമെങ്കിൽ ഒരെണ്ണം കൂടി പറയാം. ദേ ശ്രദ്ധിച്ചോടാ, വേഗം ശ്രദ്ധിച്ചു. ഇന്റഗ്രൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ എന്താണ്? എക്സ് റൈസ് ടു 7 പ്ലസ് എക്സ് റൈസ് ടു 5 മൈനസ് എക്സ് ഡി എക്സ്. നമ്മൾ പറഞ്ഞു പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് ആണ് വരുന്നതെങ്കിൽ ഈ ഇന്റഗ്രൽ എല്ലാത്തിനും സെപ്പറേറ്റ് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? ഇന്റഗ്രൽ എക്സ് റൈസ് ടു 7 ഡി എക്സ്, പിന്നെ പ്ലസ് അല്ലേ, എക്സ് റൈസ് ടു 5ന്റെ ഇന്റഗ്രൽ എടുക്കുക, മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ എടുക്കുക, ഇത്രേ ഉള്ളൂ. എക്സ് റൈസ് ടു 7ന്റെ എങ്ങനെ എടുക്കും? എക്സ് റൈസ് ടു 7+1/7+1 പ്ലസ് എക്സ് റൈസ് ടു 5ന്റെ എങ്ങനെ എടുക്കും? എക്സ് റൈസ് ടു 5+1/5+1 മൈനസ് എക്സിനെ എങ്ങനെയാണ്? എക്സ് റൈസ് ടു 1 എന്ന് എഴുതാം അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു 1+1/1+1. ഇന്റഗ്രൽ എപ്പോൾ എടുത്ത് കഴിയുന്നോ അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് പോകണം. ഒരെണ്ണം ഇട്ടാൽ മതി ഏറ്റവും അവസാനം. അപ്പൊ എത്ര കിട്ടി? എക്സ് റൈസ് ടു 7+1 8 ആണ് ബൈ 8 പ്ലസ് എക്സ് റൈസ് ടു 6/6 x²/2 പ്ലസ് സി. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, പ്ലസ് അല്ലെങ്കിൽ മൈനസ് ചെയ്ത് കണക്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നും സെപ്പറേറ്റ് എടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്, ദയവ് ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ ശ്രദ്ധിച്ചോടാ. അടുത്ത റൂട്ട് എക്സ് എങ്ങനെ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 1/x³ ഇതെങ്ങനെ ചെയ്യാം ശ്രദ്ധിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ട് എക്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. റൂട്ട് എക്സ് ഉത്തരമായിട്ട് വരുന്ന ഡെറിവേറ്റീവ്സ് ഏതാണുള്ളത് അറിയില്ല. അപ്പോൾ റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ നമ്മൾ ഇക്വേഷൻ്റെ അകത്തും പഠിച്ചിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ റൂട്ട് എക്സിനെ നമ്മൾ എങ്ങനെ എഴുതുമെന്ന് നോക്കണം. ഈ റൂട്ട് എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതാം കേട്ടല്ലോ. ഓർത്തിരിക്കേണ്ട കാര്യം, റൂട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് റൈസ് ടു 1/2 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ എക്സ് റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എക്സിന്റെ പവറായിട്ടൊരു സാധനം വന്നു. എക്സ് റൈസിന്റെ പവറായിട്ടൊരു സാധനം വന്നാൽ അതിന്റെ ആൻസർ എക്സ് റൈസ് ടു n+1/n+1 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? എക്സ് റൈസ് ടു 1/2 ആണ് വന്നിട്ടുള്ളത്, അത് ഒന്നുകൂട്ടി മേളിൽ എഴുതുക, അത് തന്നെ ഒന്നുകൂട്ടി താഴെ എഴുതുക. 1/2 + 1 ചെയ്യണ്ടേ? എങ്ങനെയാണ് 1/2 + 1 ചെയ്യുന്നത്? ശ്രദ്ധിച്ചേ. ബൈ 1 ഇടുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 1 × 1 എത്രയാണ്? 1 പ്ലസ് 2 × 1 എത്രയാണ്? 2 ബൈ 2 × 1 എത്രയാണ്? 2. അപ്പോൾ 1 + 2 എത്രയാണ്? 3. 3/2 എന്ന ആൻസർ വരും. അപ്പോൾ മേളിൽ എക്സ് റൈസ് ടു 3/2/3/2 വേണമെങ്കിൽ ഇങ്ങനെ നിർത്താം. ഇനി അതല്ല, ഇനിയും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ താഴത്തുള്ള സാധനം, അതായത് എക്സ് റൈസ് ടു 3/2 അതുപോലെ തന്നെ എഴുതി, ബൈ 3/2 അല്ലേ, ഈ ഡിവിഷൻ മാറ്റിയത് മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ താഴെയുള്ളത് തിരിച്ചിടണം, അതായത് റെസിപ്രോക്കൽ എടുക്കണം. 3/2 എന്നുള്ളത് 2/3 ആക്കി ഇൻറ്റു ചെയ്യുക. അപ്പോൾ ആൻസർ കുറച്ച് നീറ്റായിട്ട് ഇങ്ങനെ എഴുതാം, 2/3 എക്സ് റൈസ് ടു 3/2. കേട്ടല്ലോ. ഇത്രയും എഴുതി വെച്ച് നിർത്തിയാലും നിങ്ങൾക്ക് മാർക്ക് വരും. അപ്പോൾ ഈ റൂട്ടിൻ്റെത് ഒന്ന് ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഇതേ ശ്രദ്ധിച്ചേ, 1/x³. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളൊരു സാധനത്തിൻ്റെ പവർ 1/x⁵ എന്ന് വന്നെന്ന് വിചാരിച്ചു. നമുക്ക് ഈ പവർ താഴെ വന്നാൽ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പവർ മേളിലുണ്ടെങ്കിൽ മാത്രമേ, 1/, എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ 1/, ഒന്നും ഇല്ലാതെ നീറ്റായിട്ട് വന്ന് കിടക്കണം. അപ്പോൾ ഇതിനെ എങ്ങനെ പവറിലേക്ക് മാറ്റാം എന്നാണ് പറയുന്നത്. 1/x⁵ എന്ന് പറഞ്ഞാൽ ഈ 5x⁵ മേളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് x⁻5 ആവും. ഓർത്തോളണം. 1/x⁴ ആണെങ്കിൽ ഈ x⁴ മേളിലേക്ക് കൊണ്ടുപോയാൽ x⁻4 ആവും. ശ്രദ്ധിച്ചു. അപ്പോൾ ഇന്റഗ്രൽ 1/x³ എങ്ങനെ എഴുതാം? x⁻3dx എന്നാക്കാം. ഇപ്പൊ ഒരു പവർ അല്ലേ, ഇപ്പൊ ഒരു പവർ മാത്രമല്ലേ ഉള്ളു. അപ്പൊ ആൻസർ എന്ത് വരും? ഇന്റഗ്രൽ x⁻3. പവർ വന്നാൽ ഒന്നുകൂട്ടി മേളിൽ എഴുതുക, ഒന്നുകൂട്ടി താഴെ എഴുതുക.
അപ്പോൾ ആൻസർ എന്ന് തോന്നുന്നു എക്സ് റൈസ് ടു -3+1 എന്ന് പറയുന്നത് എത്രയാണ്? -2 ബൈ എത്രയാണ്? -2. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം, ഇത്രയും മതി. ഇല്ലെങ്കിൽ മൈനസ് വേണമെങ്കിൽ കൊണ്ട് മേളിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് ആൻസർ. അവസാനം എന്തിട്ടോളണം? +c ഇട്ടോളണം. ഇവിടെയും +c ഇട്ടോളണം. കേട്ടല്ലോ? അപ്പോൾ 1 എന്ന് ചേർത്ത് വന്നു കഴിഞ്ഞാൽ അത് മേളിലേക്ക് കൊണ്ടുപോയി മൈനസ് ഇട്ട് എഴുതിക്കോളണം. ഇപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് വരുന്നത് ഇങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചു, 1/x⁻10 ആണ് ചെയ്യാൻ ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ മാറ്റി എഴുതണം? അതിനെ x⁻10 എന്ന് മാറ്റി ഈ മെത്തേഡിൽ അങ്ങോട്ട് ചെയ്തോളണം. മനസ്സിലായല്ലോ? ഇത്രയുമാണ് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് വരും, അത് ഓരോന്നും സെപ്പറേറ്റ് എടുത്തോളണം. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലടാ? ഭയങ്കര എളുപ്പം. അപ്പോൾ ഇനി ബാക്കി അടുത്ത വീഡിയോ.